കണ്ണൂരിൽ നാലമ്പല യാത്രയുമായി AKGയുടെ പേരിലുള്ള വായനശാല CPI നേതൃത്വത്തിലുള്ള കാളന്തോട് വായനശാലയാണ് യാത്ര തീരുമാനിച്ചത്. 8, 9 തീയതികളിൽ നടക്കുന്ന യാത്രയുടെ പോസ്റ്ററും പ്രസിദ്ധപ്പെടുത്തി. സംഭവം വിവാദമായതോടെ യാത്ര റദ്ദാക്കിയിരിക്കുകയാണ് പാർട്ടി ഭാരവാഹികൾ. കൂടുതൽ വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേർന്നുണ്ട്. മിഥുൻ, ഈ ഒരു വിവാദം എങ്ങനെയാണ്, ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള രാഷ്ട്രീയ ചർച്ചകളും എങ്ങനെയാണ്, എന്താണ് മറ്റു വിവരങ്ങൾ? വിഷ്ണു, നമുക്കറിയാം നേരത്തെ ബാലഗോകുലം നടത്തുന്ന ശ്രീകൃഷ്ണ ജയന്തിക്ക് ബദലായി കണ്ണൂരിൽ പാർട്ടി നേതൃത്വത്തിൽ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം സംഘടിപ്പിച്ച ആളുകളാണ് CPM. അതേ ഒരു രീതിയിൽ നമുക്കറിയാം കാലങ്ങളായി സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നാലമ്പല ദർശനം നടക്കുന്നുണ്ട്. അതിന് തൊട്ടു പിന്നാലെയാണ് CPM നിയന്ത്രണത്തിലുള്ള AKG വായനശാല, അതായത് ഇരിട്ടി കാളാന്തോടുള്ള CPM നിയന്ത്രണത്തിലുള്ള വായനശാല ഈ ഒരു നാലമ്പല ദർശന പരിപാടിയുമായി രംഗത്തെത്തുകയായിരുന്നു. ആഗസ്റ്റ് 8, 9 തീയതികളിലാണ് ഈ ഒരു പരിപാടി നിശ്ചയിക്കുകയും ചെയ്തത്. അതിന്റെ ഭാഗമായി പോസ്റ്ററുകളൊക്കെ അടിച്ചിറക്കുകയും ചെയ്തു. പക്ഷേ സ്ത്രീകൾക്ക് വേണ്ടിയാണ് ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. പക്ഷേ പോസ്റ്ററൊക്കെ പുറത്തു വന്നതിന് പിന്നാലെ പാർട്ടി നേതൃത്വത്തിൽ നിന്ന് തന്നെ ഈ പരിപാടിയെ സംബന്ധിച്ച് വിമർശനം ഉയരുകയും അത് വിവാദമാകുമെന്ന് കണ്ട് ആ പരിപാടി ഒഴിവാക്കുകയുമാണ് CPM നേതൃത്വം ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. യാത്ര തീരുമാനിച്ച CPM ബ്രാഞ്ച് അംഗങ്ങളും പാർട്ടി അനുഭാവികളും ഉൾപ്പെടുന്ന ഒരു കമ്മിറ്റിയാണ്. പക്ഷേ ഈ പൊതുസമൂഹത്തിൽ നിന്ന് CPMന്റെ അണികളിൽ നിന്ന് ഇത്തരത്തിലൊരു വിമർശനവും അത് പാർട്ടി മറ്റ് പൊതുസമൂഹത്തിൽ പ്രതിക്കൂട്ടിലാകുമോ എന്നൊരു ഭയവും കാരണമാണ് ഇത്തരത്തിലൊരു ഈ പരിപാടിയിൽ നിന്ന് ഒരു പാർട്ടി നേതൃത്വം പിന്മാറുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായത്. ഏതായാലും പല ഭാഗത്തു നിന്നും എതിർപ്പ് ഉയർന്നതോടുകൂടിയാണ് ഇത്തരത്തിൽ ഈ പരിപാടി പിൻവലിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. എന്നാൽ ഒരു വിഭാഗത്തിന്റെ പരിപാടിക്ക് മാത്രമേ ഇത്തരത്തിൽ ഭയന്ന് പിന്മാറുന്ന ഒരു സാഹചര്യം ഉള്ളൂ എന്നൊരു ചോദ്യം കൂടി ഉയരുന്നുണ്ട്. ഈ നാലമ്പല ദർശനം നടത്തുന്നതിൽ എന്താണ് തെറ്റ് എന്ന ചോദ്യം കൂടി ഉയർന്നു വരുന്നുണ്ട്. വിഷ്ണു, ശരി, മിഥുൻ പിള്ളയാണ് വിവരങ്ങൾ നൽകിയത്.